ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമ്മുടെ രാമായണത്തിൻ്റെ രാമ. രാമൻ്റെ ഗ്ലിംസ് മാത്രം ഇനി ഒരു പക്ഷേ ഇനിയിപ്പോൾ രാവണൻ്റെയും സീതയുടെ ഒക്കെ ഇനി വഴി ഇനി വരുന്നുണ്ടാവും. ഒരു 3 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നു വീഡിയോ. ഇതിലാണ് ഒരു ഇൻ ടോട്ടൽ എന്താണ് ഇവരുടെ ആ ഒരു വിഷൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. മറ്റേതിൽ നമുക്ക് ഇതിനു മുമ്പ് ഇതിന് തന്നെ ഒരു ടൈറ്റിൽ റിലീസ് എന്തോ ഉണ്ടായിരുന്നു. അതിൽ ചെറുതായിട്ടൊരു ഒരു സെക്കൻഡോ 2 സെക്കൻഡോ മാത്രം അവർ മരത്തിൽ നിന്ന് ചാടുന്ന ഒരു ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 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 ഐഡിയ, ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നത് ഇതിലാണ്. അടുത്തൊരു ആദിപുരുഷ അല്ല എന്നുള്ളൊരു സമാധാനമുണ്ട്. ഓം കം ടു മൈ റൂം റിപ്പീറ്റ് ആവില്ല എന്ന് തോന്നുന്നു. കാരണം നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്കായിട്ട് ഫീൽ ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് പോരായ്മകളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അത് VFX പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഇവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒരു ഗ്ലിംസ് ഇറക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ ഇറക്കിയിട്ടുണ്ടാവുക. സോ ഒരു പക്ഷേ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വരുമ്പോൾ പ്രോപ്പർലി അതൊക്കെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ടീം ഓസ്കാർ കിട്ടിയിട്ടുള്ള VFX ടീമാണ്. സോ അവർ അതും വലിയ വലിയ പടങ്ങൾക്കൊക്കെ നമുക്കറിയാമല്ലോ, ഒട്ടുമിക്ക എല്ലാ ഹോളിവുഡിലെ മിക്ക വലിയ പടങ്ങളും ചെയ്യുന്ന ഈ ടീമാണ്. അവർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഏത് പടം എന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ല. പടം മാത്രമല്ല, സീരീസുകളും ഈവൻ നമ്മുടെ ഈ ആപ്പിൾ TV+ൻ്റെ ഫൗണ്ടേഷൻ ഇല്ല, അതടക്കം അവരാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം. അവർ വെറുതെ തട്ടിക്കൂട്ടിയൊരു സാധനം ചെയ്യില്ല, പ്രോപ്പറായിട്ട് വെട്ടിപ്പായിട്ട് ചെയ്യുന്നുള്ളത് തീർച്ചയാണ്. സോ ഒരു എപ്പിക് സാധനം നമുക്ക് കിട്ടുന്നുള്ളത്. ആൻഡ് 4000 കോടി എന്തോണ് ഈ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ്. ആൻഡ് അത്രയും ബഡ്ജറ്റ് വരുന്നത് തന്നെ ഈ പടത്തിൽ VFXന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആദിപുരുഷൊക്കെ ഐ തിങ്ക് എൻ്റെ ഓർമ്മയിലൊരു 500 കോടിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് നമ്മൾ എന്താണ് കാണിച്ചു വെച്ചത് നമുക്കറിയാം. ആ അവസ്ഥത്തിന് ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഗ്ലിംസ് ഞാൻ പറഞ്ഞില്ലേ, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പ്രോപ്പർ ട്രെയിലറോ സാധനങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും. ഈവൻ ഈ വർക്ക് ഫിനിഷ് ആയില്ലെങ്കിൽ ഈ സമയത്ത് റിലീസ് ചെയ്യണമെന്ന് പോലും ഇല്ല. പുഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇവർക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയാൽ മതി. വെറുതെ തട്ടിക്കൂട്ടി ഒരു സാധനം ചെയ്യേണ്ട. എന്തായാലും ഒരു ഗ്ലിംസിൽ കൂടെ ഒരു ക്വാളിറ്റി ഉള്ള റൈറ്റാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ്. IMAX കൂടിയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഈ കൊല്ലം, സെക്കൻഡ് പാർട്ട് അടുത്ത കൊല്ലമൊക്കെയാണ് റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ. അത് കഴിഞ്ഞിട്ടൊക്കെ ഒറ്റയടിക്ക് തന്നെ ആയിരിക്കും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. VFXനാണ് ഈ ടൈം എടുക്കുന്നതും ഇത്രയും ചിലവ് വരുന്നത്. ആൻഡ് ഇതിലെ ചില ഷോട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഈ നമ്മുടെ രാവണൻ്റെ മറ്റേ പുഷ്പക വിമാനം ഉണ്ടല്ലോ, അവസാനം കാണിക്കുന്ന ഷോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കുന്ന ഇതല്ലാതെ കുറേ ഞാൻ ഒട്ടുമിക്ക ഈ പുഷ്പക വിമാനം കണ്ടിട്ടുള്ളതും ഒരുമാതിരി ഈ ഒരു തേരിൻ്റെ ഷേപ്പിൽ 2 ചിറകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറന്നു പോകുന്ന ആ ഒരു സെറ്റപ്പാണ്. പക്ഷേ പേരിൽ തന്നെ ഉണ്ട് പുഷ്പക വിമാനം എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടസ് അല്ലെങ്കിൽ ഒരു താമരയുടെ ഷേപ്പിൽ അതിൻ്റെ ഒരു ബ്ലേഡ് കറങ്ങി മറ്റേ ബ്ലേഡ് ഇപ്പുറത്ത് കൂടെ കറങ്ങി ഒരു ഹെലികോപ്റ്റർ പോലെ അത് വർക്ക് ചെയ്യും, എന്ന എയർക്രാഫ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഈ സാധനം ഐ തിങ്ക് നമ്മുടെ കുറച്ച് ചില ബുക്സ് വായിക്കുമ്പോൾ ഈ ഒരു ഐഡിയ കിട്ടാറുണ്ട്. നമ്മുടെ അമീഷിൻ്റെ രാംചന്ദ്ര സീരീസും പിന്നെ നമ്മുടെ അസുര, നമ്മുടെ ആനന്ദ് നീലകണ്ഠൻ്റെ ബുക്കും ഇതൊക്കെ വായിക്കും. ഏകദേശം ഇതേ സാധനം അതിലൊക്കെ നമ്മൾ വായിക്കും, ഇമാജിൻ ചെയ്യുന്ന സാധനമാണ് നമുക്കിതിൽ ലൈവ് ആക്ഷൻ പോലെ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരുന്നത്. അവരുടെ ആ ഒരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ നമ്മുടെ മലയാളത്തിലെ കത്തനാറിൻ്റെ ഇതുപോലെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ടീസർ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ പറയാൻ വിട്ടുപോയി. അതിലും ഇതേപോലെ ഹൈ ക്വാളിറ്റി സാധനമാണ് ഞാൻ കണ്ടത്. സ്റ്റിൽ അവർ കിട്ടിയ ബഡ്ജറ്റ് വെച്ച് അവരത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കത്തനാട് ഞാൻ പറയാൻ മിസ്സായി പോയതാണ്. എന്തായാലും രാമായണ നല്ല പ്രതീക്ഷയുള്ള റൈറ്റാണ്. ഇതേ സമയത്ത് നമുക്കവിടെ വാരണാസി വരുന്നുണ്ട്. നമ്മുടെ രാജമൗലി ഇറക്കുന്ന മൂപ്പറുടെ വെർഷനിലുള്ള, അത് പ്രോപ്പർ രാമായണ ആയിരിക്കില്ല, അത് വേറെ രീതിയിലുള്ളൊരു പടമായിരിക്കും. പക്ഷേ അതിലും ഇതേ പോലെ ഒരു ചെറിയ ഗ്ലിംസ് നമ്മളതിൽ കാണുന്നുണ്ട്. നമുക്ക് മഹേഷ് ബാബു എങ്ങനെയായിരിക്കും രാമനായിട്ട് വരിക എന്നുള്ളത് നമ്മൾ അടുത്ത കൊല്ലം, ഇതുപോലെ റൺബീർ, ഇത് രണ്ടും നമ്മൾ അടുത്ത കൊല്ലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ യാഷ് എങ്ങനെയായിരിക്കും രാവണനായിട്ട് വരിക എന്നുള്ളത്, ദെൻ സായി പല്ലവി എങ്ങനെ ആ ഒരു നോർമൽ മാനറസൊക്കെ വിട്ട് ഇതായിട്ട് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ വലിയ സ്റ്റാർ കാസ്റ്റാണ് ഈ ഒരു പടത്തിന്. അമിതാഭ് ബച്ചൻ മുതൽ നമ്മുടെ കാജൽ അഗർവാളും അങ്ങനെ രാഹുൽ പ്രീത് സിംഗും അങ്ങനെ ഒരു സണ്ണി ഡിയോളൊക്കെയാണ്, ഹനുമാൻ, അങ്ങനെ ഒരു വലിയൊരു കാസ്റ്റ് ലിസ്റ്റുള്ളൊരു പടമാണ്. ആൻഡ് എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള റോളും കൊടുത്ത് ഒരു ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു സാധാരണ ഒരു സീരിയലായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പക്ഷേ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഗുഡ് വേഴ്സസ് ഈവിൾ അത് തന്നെ ആയിരിക്കും നോർമലി. അതിനപ്പുറത്തേക്ക് ഉള്ള ഇത്രയും ബഡ്ജറ്റിൽ ഇറക്കുന്ന ഇത്രയും വലിയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ മിത്തോളജിയിൽ അധികം അങ്ങോട്ട് കൈകടത്തി ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇതിൽ തന്നെ കുറേ പേർ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സീതയുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്, രാമൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്, രാവണൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമുക്കത് വേറെ കുറേ സിനിമകളും ഇപ്പോൾ ഈവൻ നമ്മുടെ മണിരത്നത്തിൻ്റെ രാവൺ സിനിമ ഇതുപോലെ കുറേ വേറെ ടൈപ്പ് ഓഫ് പോയിൻ്റ് ഓഫ് വ്യൂവും പെർസ്പെക്റ്റീവും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പടത്തിലും പിടിക്കുക. കുഴപ്പമില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് നല്ലൊരു പടം കിട്ടിയാൽ മതി. ഒരു ആദിപുരുഷ ആവാതെ നല്ലൊരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് തരുന്ന, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിക്, അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ ഇതേപോലെ തന്നെ ഇനി ആരെങ്കിലും മഹാഭാരതം കൂടി അങ്ങോട്ട് ചെയ്യണം. അത് ഒരു സീരീസ് ആയിട്ട് ചെയ്താലും മതി, സിനിമയായിട്ട് ചെയ്യണമെന്നില്ല.
നമ്മളിതിനു മുമ്പ് കുറേ സീരിയലുകളൊക്കെ ഉണ്ട് വേറെ. പക്ഷേ ഈ ഇപ്പോഴത്തെ ജനറേഷന്, ഇന്നത്തെ കാലത്തെ ജനറേഷന് നമ്മളതിന് ചെറിയൊരു ഗ്ലിംസ് അടക്കം കിട്ടുമ്പോഴടക്കം കുറേ പേർക്കൊന്നും അതിനെ പറ്റിയിട്ട് അറിയണം കൂടിയില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൽക്കി പടം പുതിയ മറ്റേ പ്രഭാസിൻ്റെ കൽക്കിയിൽ കർണം വന്ന് നിൽക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവർ ഇത് ആരാന്ന് പോലെ അറിയാണ്ട് വേന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഇന്നത്തെ ജനറേഷന് തീരെ ഈ സംഭവങ്ങളൊന്നും അറിയാതിരിക്കുന്ന സമയത്ത് ഈ രാമായണം ഐ തിങ്ക് കുറേ പേര് ഇതുപോലെ അഡാപ്റ്റ് ചെയ്തു. മഹാഭാരതം ആരെങ്കിലും ഇതുപോലെ വലിയ ബഡ്ജറ്റും വെച്ച് ഒരു വലിയ സ്റ്റാർ കാസ്റ്റും വെച്ച് നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലും ഒരു പെർസ്പെക്റ്റീവിലും മാത്രമല്ല, ഗുഡ് വേഴ്സസ് ഈവിൾ എന്ന ഒരു സെറ്റപ്പ് അല്ല ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കൗരവർ മോശം, പാണ്ഡവർ നല്ല ആ ഒരു പെർസ്പെക്റ്റീവ് അല്ല. പെർസ്പെക്റ്റീവ് മുഴുവൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ രാവണൻ വില്ലൻ, രാമൻ അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പെർസ്പെക്റ്റീവ് മാറ്റി ചിന്തിച്ചിട്ട് ഈക്വലി എല്ലാത്തിലും പ്രോപ്പറായിട്ട് രണ്ട് സൈഡും ഒന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, രണ്ടും ഒന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പർലി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനത്തെ ഒരു സാധനമൊക്കെ മഹാഭാരതത്തിൽ നിന്നും, അത് നമ്മുടെ വലിയ വലിയ ഡയറക്ടേഴ്സ്, ഐ തിങ്ക് രാജമൗലിയൊക്കെ എന്ന ഡയറക്ടേഴ്സിൻ്റെ സാധനം വരണം. ഒരു സിനിമയായിട്ട് പോരാ, സിനിമയിൽ കൊള്ളിക്കാൻ പറ്റില്ല, ഒരു സിനിമയിലൊന്നും നമുക്ക് ഈ പറ്റില്ല. അതൊന്നും ഒരു വലിയ സീരീസ് അതിനൊക്കെ വഴിയൊരുക്കുക എന്നുള്ളത് നമുക്ക് ഇത് കണ്ടാൽ ആക്ച്വലി അറിയാം. ഇതിന് സക്സസ് കണ്ടിട്ടും അറിയാം. ഇത്രയും ബഡ്ജറ്റിൽ ഇറക്കുന്ന സാധനം ഇപ്പോൾ എത്ര കളക്ട് ചെയ്യണം, അതിൻ്റെ ആ ഒരു മറ്റേ ഇറക്കിയ സാധനങ്ങളിൽ തിരിച്ചു കിട്ടണമെങ്കിൽ. സോ ഇവർ ജസ്റ്റ് ഒരു ഇന്ത്യയിലേക്ക് മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു എപ്പിക് സ്റ്റോറി ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. സോ ലോകം മുഴുവൻ അറിയട്ടെ എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ മഹാഭാരതം കൂടി വരണം എന്ന് മാത്രമാണ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. സോ ഈ രാമൻ്റെ ഗ്ലിംസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.